അതായത് ഒരു ഫാമിലി വാൻ സാധാരണ ഒരു കൊച്ചിനൊക്കെ സ്കൂൾ കൊണ്ടാക്കുന്ന നോക്കുമോ, വെറുതെ കൊച്ചിനൊക്കെ കൊണ്ടാക്കി സ്കൂൾ കൊണ്ടാക്കിയിട്ട് ഇറക്കി കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അമ്മമാരൊക്കെ നോക്കുന്നുണ്ട്, ഏതൊരാവൻ ഇവനെന്തൊരു വാനായിട്ട് വന്നാണ്, ഇതെന്ത് വണ്ടിയാണെന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഡ്രൈവ് മോഡും പിടിച്ച് മാറ്റി സ്പോട്ടാക്കണം. എന്നിട്ട് ചുമ്മാ ടാറ്റാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് പോകണം. ഓ മാൻ, എനിക്കൊരു ഇലക്ട്രിക് കാർ വാങ്ങണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് റീസെയിൽ വാലിനെ കുറിച്ചാണ് ശരിക്കും പേടി എന്ന് പറയുന്നത്. ഈ വണ്ടി കയ്യിലിരുന്ന് പോയാലോ, വിൽക്കാൻ പറ്റിയില്ലെങ്കിലോ? ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ വണ്ടി എന്ന് പറയുന്നതല്ലേ, വണ്ടി പ്രാന്തം നല്ലതല്ലേ. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഇസ് ഇൻ സ്പോർട്സ് മോഡ്, ദെൻ ESP ഓഫ്. ഈ വണ്ടി 0 to 100 എന്ന് പറയുന്നത് 8.1 സെക്കൻഡിലാണ്. അപ്പോൾ കിയ സിറോസ് EV എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 171 HP ആണ്. 2 ബാറ്ററി പാക്കുകൾ 42 kWh 51.4 kWh. ആ 51.4 kWh 526 km ആണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ വണ്ടി എടുത്തപ്പോൾ അത് ഇനീഷ്യലി കാണിച്ചത് 533 കാണിച്ചു ഈക്കോ മോഡൽ. അപ്പോൾ റേഞ്ച് അവർ കുറച്ചാണോ പറഞ്ഞത് എനിക്ക് തോന്നി. ഈ വണ്ടിക്ക് അത് NMC ബാറ്ററിയാണ്, നിക്കൽ മാഗ്നീഷ്യം കൊബാൾട്ട്. ആ ബാറ്ററി എന്ന് പറയുമ്പോൾ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ്, കെമിസ്ട്രിയാണ് വ്യത്യാസം. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളാണ് വ്യത്യാസം. ഇതിൻ്റെ ബാറ്ററി സപ്ലയർ എന്ന് പറയുന്നത് LG ആണ്. അപ്പോൾ ലൈഫ്സ് ഗുഡ് LG സപ്ലൈ ചെയ്യുന്ന ബാറ്ററിയാണ് കിയയിലും ഹുണ്ടായിലും ഒക്കെ. അപ്പോൾ ഈ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 51.4 kWh ആകുമ്പോൾ ഈ വണ്ടിക്ക് എന്ത് റേഞ്ച് കിട്ടുണ്ടാവും? ഈ വണ്ടിക്ക് ഒരു 460-470 km ഒക്കെ സുഖമായിട്ട് കിട്ടും. കാരണം ക്രെറ്റയിലും അതുപോലെ കാരൻ CVയിലും നമ്മളത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ഇലക്ട്രിക് കാർ എന്തിന് വാങ്ങണം? നമ്മളെ ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങാൻ 1500 കാരണങ്ങളാണ്. E20 പെട്രോളിൽ, AdBlue ഡീസലിൽ, അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ്. ഇപ്പോൾ CNG ആണെങ്കിൽ ടാങ്ക് 3 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ് ഫ്യൂൽ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണെങ്കിലും പല വണ്ടികളും വാങ്ങാൻ പല കാരണങ്ങളാണ്, പല റീസൺസാണ്. ഓക്കെ, ഒരു ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ലാഭമാണെങ്കിൽ നമ്മൾ നോക്കുക വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനാണ്. അതുപോലെ അത്യാവശ്യം നല്ല റേഞ്ചും വേണം. അപ്പോൾ നമ്മൾ EV വാങ്ങുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ മുകളിൽ EV വാങ്ങുകയാണെങ്കിൽ ടോപ്പ് എൻഡ് പഞ്ച് മേടിക്കാം, അതല്ലെങ്കിൽ വിൻസർ മേടിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇതേതാ? ഇത് കിയ സിറോസ് EV ആണ്. കിയയുടെ SUV ആയിട്ടുള്ള സിറോസിൻ്റെ EV വേർഷനാണത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 13,50,000 രൂപയാണ്. ടോപ്പ് എൻഡ് 20 ലക്ഷം രൂപയും. കിയ സിറോസിൻ്റെ രൂപം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് മാത്രമാണോ ഇഷ്ടമെന്ന് നിങ്ങൾ താഴെ പറയൂ കേട്ടോ. പല ആളുകൾക്കും പല പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, പല ഇഷ്ടങ്ങളാണ്. എന്തായാലും ഈ കിയ സിറോസ് EV ആയപ്പോൾ കിയ സിറോസിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്ന ആ ഒരു വണ്ടിയുടെ മാറ്റങ്ങളിൽ നിന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങളെ സിറോസ് EVക്ക് ഉണ്ടായിട്ടുള്ളൂ. അതായത് രൂപത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്, രൂപത്തിലും ഭാവത്തിലും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഗ്രില്ലിൻ്റെ ഈ കുഞ്ഞ് ഒരു ചെറിയ ഓപ്പണിംഗ് കണ്ടോ? ഈ ഓപ്പണിങ് നമ്മുടെ ഐസ് വണ്ടികളുമായിട്ടുള്ള വ്യത്യാസം വന്നത് ഇത് ചെറുതാണെന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. 360 ഡിഗ്രി ക്യാമറ ഉള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ മുന്നിലെ ആ ഒരു എയറോ ഇൻസേർട്ടുകളും ബ്ലാക്ക് ഇൻസേർട്ടും ആ ഫോഗ്ലാമിൻ്റെ ചുറ്റുമുള്ള ആ ഒരു വട്ടമല്ലല്ലോ അത്, ആ ഒരു ഷേപ്പിലുള്ള ഒരു ഇൻസേർട്ടൊക്കെ സിറോസിൻ്റെ ഫേസ് ലിഫ്റ്റിൽ വന്നതാണ്. അത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാം എന്നുള്ളതാണ്. ഈ കിയ സിറോസിൻ്റെ EVയുടെ ടോപ്പ് എൻഡ് മോഡലിലാണ് 360 ഡിഗ്രി ക്യാമറയും അല്ലെങ്കിൽ അഡാസും ഒക്കെ ഉള്ളത്. ഇത് ടോപ്പ് എൻഡ് അല്ല, അതിന് താഴെയുള്ള മോഡൽ. എനിക്ക് തോന്നുന്നു നമുക്ക് മേടിക്കാൻ പറ്റിയ വേരിയൻറ്റുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. ഓക്കെ, ആ ടോഹുക്കിൻ്റെ ഒരു ഓപ്പണിംഗ് കാണാം. സ്റ്റാർ മാപ്പ് LED എന്നുള്ള ഒരു LEDയുടെ കാര്യം കിയ എല്ലാ വണ്ടിയിലും പറയാറുണ്ട്. അത് നമുക്കിവിടെ ഈ ഒരു വണ്ടിയിലും കാണാം. തട്ടിയാൽ പൊട്ടുമെന്നൊക്കെ നമ്മൾ പരാതി പറയുന്നു സിറോസിൽ. വീണ്ടും പറയേണ്ട കാര്യമില്ല. ചുറ്റും ബ്ലാക്ക് ക്ലാഡിംഗ് ഉണ്ട്. ആ ക്ലാഡിങ് ചുറ്റപ്പെട്ട് കിടക്കുന്നതും അതിൻ്റെ മുകളിലെ ബോഡി കളർ ഇൻസേർട്ടൊക്കെ കാണാൻ നല്ല
ഒരു കൗതുകം കൊടുക്കുന്നുണ്ട്. ഞാൻ ഭംഗി എന്നല്ല പറയുന്നത്, കൗതുകം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോണറ്റിനും ആ ബമ്പറിനും ഇടയിലുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഇൻസേർട്ട് ഉണ്ടല്ലോ, അത് വണ്ടി വായ തുറന്നിരിക്കുന്ന പോലെ അകലെ നോക്കി കാണാം. അതിൻ്റെ മുകളിൽ കിയയുടെ ലോഗോ വളരെ ലൈറ്റായിട്ട് മൈന്യൂട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ വണ്ടിക്ക് അകത്തും പുറത്തും കാണാവുന്ന ഡാഷ് ക്യാം ഉണ്ട്. പിന്നെ ഗ്ലാസ് ഏരിയ കാണാം. എനിക്ക് തോന്നുന്നു ആ ഒരു ഏപ്പിൽ ബ്ലാക്ക് ആൻഡ് ചെയ്ത് നന്നായിട്ടുണ്ട്. പിന്നെ മുകളിൽ കാണുന്ന റൂഫ് റെയിലിൻ്റെ ആ ഒരു കളർ കണ്ടോ. അത് മാത്രമല്ല പെനോരമിക് സൺറൂഫും ഈ വണ്ടിക്കുണ്ട്. എന്തായാലും ഈ കാണുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റ് അല്ല, ഈ വണ്ടിക്ക് എക്സ് ലൈൻ ഉണ്ട് കേട്ടോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് കാറുകളുടെ ഒരു മെയിൻ ഫാക്ടറി പ്രൈസാണ്. അങ്ങനെ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനുള്ള ഒരു EV വാങ്ങണമെങ്കിൽ ഈ വണ്ടിയുടെ ഏത് വേരിയൻ്റാണ് മേടിക്കുക? 13.5, അതായത് 13,50,000 രൂപയോളം എക്സ്ഷോറൂം പ്രൈസുള്ള ഇതിൻ്റെ ബേസ് മോഡൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് 42 kWh ബാറ്ററി 440 കിലോമീറ്ററോളം റേഞ്ചും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു NMC ബാറ്ററി പാക്ക് വേണ്ട ഒരു 400 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് നമുക്ക് ഒപ്പിച്ച് ഓടിക്കാൻ പറ്റിയ വണ്ടിയായിട്ട് ബേസ് മോഡലിനെ കാണാം. അപ്പോൾ ബേസ് മോഡൽ വാങ്ങുന്നതാണ് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 20 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് കൂടുതലുണ്ട്. കാരണം ഈ വിറ്റാര കിടപ്പുണ്ട്, അതുപോലെ ക്രെറ്റ തന്നെ കിടപ്പുണ്ട് ഓഫറൊക്കെ വെച്ചിട്ട്, കിയ കാരൻസ് EV കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് മോഡലാണ് കിയ സിറോസിൻ്റെ EVയുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ആ സ്വീറ്റ് സ്പോട്ടിൽ വണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്യാവശ്യം നല്ല റേഞ്ചുള്ള വണ്ടി, 133 HP പവർ. അതെ, അതായത് ടോപ്പ് എൻഡ് 171 HP ആണെങ്കിൽ ബേസ് മോഡൽ 133 HP ആണ് വണ്ടിക്കുള്ളത്. അതിൻ്റെ കൂടെ 255 Nm ടോർക്ക് എന്ന് പറയുന്നത് രണ്ട് വണ്ടിക്കും ഒരേപോലെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്ക് ആയതുകൊണ്ട് തന്നെ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കുക എന്നാണ് പറയാനുള്ളത്. പല ഡിസൈനുകളിലാണ് കിയ സിറോസ് EVയുടെയും അലോയ് വീൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അലോയ് വീൽ ഡിസൈൻ നോക്കിയാൽ ഇത് 17 ഇഞ്ച് വേരിയൻ്റ് അലോയ് വീലാണ്. 215, 55, 6, 17 ടയർ എന്ന് പറയുന്നത്. മുന്നിലെ ഡിസ്ക്, ബാക്കിലെ ഡിസ്ക്, മക്ഫേഷൻ സെറ്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ക്ലാഡിങ്. ആ ക്ലാഡിങ്ങിൻ്റെ മുകളിലുള്ള ആ ബോഡി ലൈനിങ് കണ്ടോ. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഗ്ലിംസ് ബാറ്ററിയുടെ കിട്ടും. ആ ബാറ്ററി അടി തട്ടുമോ? തട്ടില്ല എന്നാണ് തോന്നുന്നത്. കിയ സിറോസിൻ്റെ ആ ഫെൻഡറും അല്ലെങ്കിൽ ഡോറിൻ്റെ ഡിസൈനും ഒക്കെ കൗതുകമാണ്. ഈ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് മോഡലുകളിൽ മാത്രം മോട്ടറൈസ്ഡ് ആണ്. അല്ലാത്ത മോഡലുകളിൽ നമ്മൾ പൊക്കി വേണം തുറക്കാനായിട്ട്. പിന്നിലും കാണാം. പിന്നെ ഇവിടെ പിയാനോ ബ്ലാക്കിലാണ് മിറർ കൊടുത്തേക്കുന്നത്. ആദ്യം വന്ന സിറോസിന് അത് ബോഡി കളറായിരുന്നു. ഫേസ് ലിഫ്റ്റ് അത് പിയാനോ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സൈഡ് പ്രൊഫൈൽ നോക്കിയേ, ഇതിനകത്ത് സ്ഥലമുണ്ടാകും എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രമാത്രം വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഗ്ലാസ്സുകളുടെ ഷേപ്പുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഫ്രണ്ടിൽ ക്വാർട്ടർ ഗ്ലാസ്, ബാക്കിലെ ഗ്ലാസ്, ആ ബോഡി ലൈനുകൾ, A പില്ലർ, B പില്ലർ, C പില്ലർ, D പില്ലർ എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ വണ്ടിയുടെ പിന്നിൽ നിങ്ങൾക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം. കിയ സിറോസിൻ്റെ ഈ ഒരു ഷേപ്പിൽ പിൻവശമാണ് ഒരു ഇത്തിരി കൂടി വിയേഡ്, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി എന്താ പറയുക, റാഡിക്കൽ ഞാൻ പറയും. വെർട്ടിക്കലായിട്ടുള്ള ഗ്ലാസിൻ്റെ മുകളിൽ ഡീഫോഗർ, വൈപ്പർ, ആ മുകളിൽ കാണുന്ന ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ. അത് മാത്രമല്ല കിയയുടെ ലോഗോ, സിറോസ് EV എന്നുള്ള ലോഗോ, താഴത്തെ ബമ്പറിലെ കട്ടിങ്സ്, ആ ബമ്പറിലെ കട്ടിങ്സിൻ്റെ താഴെ കൊടുത്ത പിയാനോ ഇൻസെർട്ട്, പിയാനോ ബ്ലാക്ക് ഇൻസെർട്ട്, അതിന് നടുവിലുള്ള റിവേഴ്സ് ലൈറ്റ്, അതൊക്കെ തന്നെയും കൗതുകങ്ങളാണ്. ഇത് കൗതുകം എന്ന് പറയാൻ കാരണം ഭംഗിക്കുപരി കൗതുകം എന്ന് പറയേണ്ടി വരുന്നതുകൊണ്ടാണ്. ഇവിടെ സ്പോയിലർ ഉണ്ട്. സ്പോയിലർ മാത്രമല്ല, മുകളിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇത് സൺറൂഫിൻ്റെയും അല്ലെങ്കിൽ ആ റൂഫ് റേൽസിൻ്റെയും ഡിസൈൻ ഒന്നുകൂടി നോക്കിയേ, കണ്ടോ. ഇവിടെ ബാക്കിൽ ആ ബൾജ് കൊടുത്തേക്കുന്നതും ആ ബൾജിൻ്റെ താഴെ ബാക്കിയുള്ള ടെയിൽ ലാമ്പുകളും അതും കാണാനായിട്ട് നല്ല ഒരു രസമുണ്ടല്ലേ. ഇതും സ്റ്റാർ മാപ്പ് LED ഡിസൈനാണ്. പല വേരിയൻറ്റുകൾക്കും പല ലൈറ്റ്സ് ഡിസൈൻസാണ് കിയയുടെ മറ്റ് വണ്ടികളെ പോലെ തന്നെ. ഇതോ ആ കാണുന്നതാണ് 51.4 kWh ബാറ്ററി പാക്ക്. ഞാൻ ഈ ബൂട്ട് തുറക്കാം കേട്ടോ. ബൂട്ട് അങ്ങോട്ട് തുറക്കുകയാണ്. ഈ ബൂട്ട് തുറക്കുമ്പോൾ വലിയ ബൂട്ടാണ് എന്നുള്ളത് എവിഡൻ്റ് ആണ് ഇവിടെ. അത് വലിയ ബൂട്ടാണെന്ന് പറയേണ്ടത് EVയുടെ മാത്രമായിട്ടുള്ള കാര്യമല്ല, വലിയ ബൂട്ട് തന്നെ ആയിരുന്നു. അതിപ്പോഴും വലിയ ബൂട്ടാണെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു ചാർജർ ഉണ്ട്. 7.1 kWh ചാർജർ നമുക്കിപ്പോൾ പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാമെന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. വലിയ സ്പേസ് ഉണ്ട്. ചെറിയ ഒരു പാർഷ്യൽ ഷെൽഫാണ്. ഈ സീറ്റിൻ്റെ പ്രത്യേകത പറയുന്നത്, ഈ സീറ്റ് നമുക്കങ്ങനെ അങ്ങോട്ടും മടക്കാം, ഇങ്ങോട്ടും മടക്കാം, റിക്ലൈൻ ചെയ്യാം, നീക്കാം എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ കിയ സിറോസിലുണ്ടായിരുന്നു. അത് കിയ സിറോസ് EVയിലും കാണാം. കിയ സിറോസ് EVയിൽ സ്പെയർ വീലുണ്ട്. അതൊരു പഞ്ചർ കിറ്റല്ല. അതിൻ്റെ മുകളിൽ പൗച്ചിൽ കണ്ടോ ആ സംഗതിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് സ്റ്റീൽ വീലാണേ, അലോയ് വീലല്ല. ഇവിടെ ഒരു സബ് ബൂഫറും കാണാം. 2 സ്ട്രട്ടുകളിൽ ഉറപ്പിച്ചിട്ടുള്ള ഈ ബൂട്ട് പവേഡല്ല. ഇതാണ് ആ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, LED സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കിത് അടയ്ക്കാം. ഇനി പറയേണ്ടത് ഈ വണ്ടിയുടെ ബാക്കിലെ സീറ്റിനെ കുറിച്ചാണ്. ഈ ബാക്കിലെ സീറ്റിൽ വെൻറ്റിലേറ്റർ ഫങ്ഷൻ ഉണ്ട്. അത് കിയയുടെ സിറോസിൽ നമ്മൾ കണ്ടു. അതിവിടെയും കാണാം. 3 ഒരു സ്റ്റെപ്പുകളുള്ള ഈ ഒരു വെൻറ്റിലേറ്റർ ഫങ്ഷൻ പ്രത്യേകത ഞാൻ പറയാം. പിന്നെ അത് അവിടെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്.
കിയ സിറോ CVയുടെ USPയും ബാക്ക് സീറ്റ് തന്നെയാണെന്ന് ഞാൻ പറയും. അതിൻ്റെ താഴത്തെ ഭാഗത്ത് മാത്രമേ വെന്റിലേറ്റർ ഫംഗ്ഷൻ ഉള്ളൂ. പക്ഷേ ഈ സീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സീറ്റ് റിക്ലൈൻ ചെയ്തതും അല്ലെങ്കിൽ അപ്പുറത്ത് പൊക്കി വെച്ചതും കാണില്ലേ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, ഇത് പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് നീക്കാം. അപ്പോൾ നോക്കിയേ സീറ്റിൻ്റെ അവസ്ഥ. ലെഗ് സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബാക്ക് സീറ്റാണ് ഇതിൻ്റെ എന്നുള്ളതാണ്. ലെഗ് സ്പേസ് മാത്രമല്ല റിക്ലൈനിങ്ങും ചെയ്യാം. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. ഞാനിവിടെ ചാരിയിരിക്കുകയാണ്. ഈ സീറ്റ് ഏറ്റവും പിന്നോട്ടും ഈ സീറ്റ് ഏറ്റവും മുന്നോട്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ സുഖമുണ്ടെന്ന് പറയാം. ഇവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഓക്കെ ഇത്രയും ബാക്കിലേക്ക് വന്നു. ഇപ്പോൾ ലെഗ് സ്പേസ് നോക്കിയേ, ഇത്രയും ലെഗ് സ്പേസ് ആയി. അപ്പോൾ ലെഗ് സ്പേസും റിക്ലൈൻ ആംഗിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടി. അതിനകത്ത് എയർ ഫീലിംഗ് ഉണ്ട്. അതുപോലെ സൺ റൂഫിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ റൂഫ് എങ്കിൽ കൂടിയും ഇതിനകത്ത് അത്യാവശ്യം നല്ല എയർ ഫീൽ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റും ഉണ്ട്. ഈ ആംറസ്റ്റ് നമ്മുടെ സീറ്റിൻ്റെ കൂടെ നീങ്ങും, ഈ സീറ്റിൻ്റെ കൂടെ നീങ്ങുള്ളൂ, അപ്പുറം സീറ്റിൻ്റെ കൂടെ നീങ്ങില്ല. അതായത് നമുക്ക് മാത്രമുള്ള ലക്ഷറി ഈ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക്. അത് വെറും ഒരു ആംറസ്റ്റ് അല്ല, ആ ആംറസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. അപ്പോൾ ഇതാണ് സീറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കണം, കീ അല്ലേ? ഓക്കെ, ഇതാണ് കിയ സിറോസിൻ്റെ കീ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കീ ആണ്. ഇവിടെ ലോക്ക് അൺലോക്ക് ഹോൾഡ് ബൂട്ട് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ കാണാം. പിന്നിൽ റിയർ AC വെൻറ്റുകളുണ്ട്, പോർട്ടുകളുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഫ്ലോറ് ഫ്ലാറ്റാണ്, ഒരു കുട നിവർത്തിടാൻ തക്കവണ്ണം ഫ്ലാറ്റാണ്. പിന്നെ ഇവിടെ ഒരു മൊബൈൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ മൊബൈൽ വയ്ക്കാം, ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ 2 മാപ്പ് പോക്കറ്റുകളും കിയ സിറോ CVയിലുണ്ട്. എനിക്ക് ഈ മൂന്നാമത്തെ സീറ്റ് ബെൽറ്റ് വെച്ചേക്കുന്നത് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല കാര്യമാണ്. സീറ്റ് ബെൽറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ലാബ് ബെൽറ്റ് അല്ല, പ്രോപ്പർ സീറ്റ് ബെൽറ്റാണ്. അതൊരു ഗുണം തന്നെയാണ്. ഈ വെയിലിങ്ങനെ വന്നും പോയും ഇരിക്കൊണ്ടേ ആ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഫ്രണ്ട് സീറ്റുകൾ എന്ന് പറയുന്നത് ബാക്ക് സീറ്റ് പോലെ അല്ല കേട്ടോ. ഇതിൻ്റെ അടിയിലും മുകളിലൊക്കെ നമുക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ കാണാം. പിന്നെ ഈ തീമുണ്ടല്ലോ സീറ്റിൻ്റെ, ഇത് പല വേരിയൻറ്റിനും പല കളറാണേ. ഈ സ്റ്റിയറിങ്ങിനും ഉണ്ട് അതേ കാര്യം. അതായത് ടോപ്പ് എൻഡ് മോഡലുകളുടെ സ്റ്റിയറിങ് കാണാൻ ഇതേ ഷേപ്പാണെങ്കിൽ ബേസ് വേരിയൻറ്റുകളുടെ ഒരു മോഡലിൻ്റെ സ്റ്റിയറിങ് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇത് പല വണ്ടികളിലും പല സ്റ്റിയറിംഗ് ആണ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ പോലെയല്ല. പിന്നെ ഈ ഡോർ പാഡിൽ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചുകളുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ചുകൾ മാത്രമല്ല, അതിൻ്റെ മുകളിൽ മിറർ കൺട്രോൾസ് കാണാം. പിന്നെ അതെ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്. വലിയ ബോട്ടിൽ ഹോൾഡറാണ്. ബോട്ടിൽ മാത്രമല്ല അംബ്രലൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അതവിടെ വെച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റിക്കറുകളൊക്കെ. പിന്നെ ഹർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ്. ആ സ്പീക്കേഴ്സ് ഇവിടെ ഡോർ പാഡ് കാണാം. പിന്നെ അതെ ഈ 2 പെഡലുകളും അവിടെ ഡാറ്റ് പെഡലും കാണുന്നുണ്ട്. ഇവർ 70 ലിറ്ററാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടണും കാണാം. ഹെഡ്ലൈറ്റ് ലെവറും ESP ഒക്കെ ഉള്ള ഒരു സ്വിച്ചും കാണാം. പിന്നെ ഈ സംഗതിയാണ് ഈ വണ്ടിയുടെ ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഈ ഷിഫ്റ്ററിൻ്റെ അറ്റത്ത് തന്നെയാണ് ആ ഇഗ്നീഷൻ ഓൺ ആക്കുന്നതും. ഇവിടെ അറ്റത്ത് നീക്കിയാൽ പാർക്കും ആവും. പിന്നെ ഈ സ്റ്റാക്കിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഡാഷ്ബോർഡിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഡാഷ്ബോർഡിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 3 സ്ക്രീനുകളാണ്. ഈ 3 സ്ക്രീനുകൾ കൂടി ചേർന്ന ഒരു വിന്യസിച്ചിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണിത്. ഓക്കെ, ആ AC വെൻറ്റുകൾക്കും ഒരു ഫ്ലോ ഉണ്ട്. അത് അണമുറിയാത്ത AC വെൻ്റാണെന്ന് നമുക്ക് തോന്നും. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡറുകളുണ്ട്, പിന്നെ ആംറസ്റ്റ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേ അതുകൂടെ ആ ഒരു കപ്പ് ഹോൾഡർ ക്ലോസ് ആവുന്ന സാധ്യത വരും. ഈ ആംറസ്റ്റിന് അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയും പോലെ ഇലക്ട്രോ മാനുവലാണ് ഈ സീറ്റിൻ്റെ കൺട്രോൾസ്. ഇതേ മുന്നിലോട്ടും പിന്നിലോട്ടും മുകളിലോട്ടും താഴോട്ടും ഇതാ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. തൈ സപ്പോർട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല തൈ സപ്പോർട്ടാണ്. ടോപ്പ് എൻഡ് മോഡലിലെ വെഹിക്കിൾ ടു ലോഡ് 3 പോയിൻ്റ് പ്ലഗ് ഇവിടെ കാണാം. ഈ AC വെൻ്റെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് എന്നുള്ള ഈ കൺസോളിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാൻ പറ്റും, ആവശ്യമില്ലെങ്കിൽ അടയ്ക്കാം, തുറക്കാം. കപ്പ് ഹോൾഡറിൻ്റെ ഈ കിടുതാപ്പ് നമുക്ക് അടയ്ക്കാൻ പറ്റും. അതുപോലെ പുഷ് ചെയ്താൽ തുറക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ക്യാമറയുടെയും അല്ലെങ്കിൽ പാർക്കിംഗ് സെൻസറുടെയും ബട്ടൺസ് കാണാം. ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഈ കൺസോളിന് മുന്നിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ USB അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്. ഇവിടെ 100 വാട്ട്സ്. ഇവിടെ ആ ഒരു പുഷ് ടു ഓപ്പൺ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്. ഈ AC വെൻറ്റുകൾക്കും ഉണ്ട് പ്രത്യേകത. ഈ AC വെൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേണമെന്ന് കുറയട്ടെ കേട്ടോ. ഓക്കെ, ഈ AC വെൻറ്റുകൾ അണമുറിയാതെ പോകുന്നു. ഇവിടെ അടച്ചു വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് തുറക്കാൻ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് കാണാം. അതായത് വേണമെങ്കിൽ നമുക്കത് ഷട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടയ്ക്കുകയും ചെയ്യാം, തുറക്കുകയും ചെയ്യാൻ പറഞ്ഞില്ലേ അതുപോലെ. ഈ സ്വിച്ചുകൾ നോക്കിയാൽ നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ്. ഇവിടെയുണ്ട് അതേ ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ, വോളിയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ക്ലസ്റ്ററിനകത്തുകൂടെ കൈ ഓടിക്കാനുള്ള സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഇൻഫർമേഷനോടെ അങ്ങനെ കൈ ഓടിച്ചാൽ കണ്ടോ, അപ്പുറത്ത് ആ റേഞ്ച് കണ്ടോ, ഇത്രയും ഓടിച്ചിട്ട് നമുക്ക് 442 കിലോമീറ്റർ റേഞ്ച് ബാക്കിയുണ്ട്. ഈ ഓട്ടോ AC ലെവൽ നമുക്ക് 3 അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 3 1 അല്ല 2 അല്ല 3. ഇവിടെ ടെമ്പറേച്ചർ, ഇതൊക്കെ ടോഗിൾ സ്വിച്ചുകളാണേ, നല്ല സ്വിച്ചുകളാണ്. ഈ മീഡിയ സ്ക്രീനിൽ ഞാനൊന്ന് ആ മീഡിയ സ്ക്രീനിൻ്റെ മെനുവിലൂടെ പോവാണ്. ഓക്കെ,
ഫോൺ പ്രൊജക്ഷൻ, കാർ വാഷ് മോഡ്, ഷെയർ ഡെസ്റ്റിനേഷൻ, വെതർ സെറ്റിങ്സ്, അതുപോലെ കലണ്ടർ, സ്പോർട്സ്, വാലേ മോഡ്, വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ്, നോട്ടിഫിക്കേഷൻ, ഓൺലൈൻ മാനുവൽ. ഇതിൽ വെഹിക്കിളിൻ്റെ ആ ഒരു ഡയഗ്നോസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ സിമ്പിളാണ്, അത് ഇൻ പ്രോഗ്രസ് ആണ്, നമുക്ക് കാണാൻ പറ്റും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിയയുടെ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൺബോർഡ് ചാർജർ നോർമൽ, എല്ലാം നോർമലാണ്. മോട്ടോർ ഡ്രിവൺ പവർ സ്റ്റീറിംഗ് നോർമലാണ്, എയർ ബാഗ് കൺട്രോൾ യൂണിറ്റ് നോർമലാണ്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം നോർമലാണ്, വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ് നോർമലാണ്, TPMS നോർമലാണ്, ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് ആൻഡ് ബോഡി കൺട്രോളൊക്കെ എല്ലാം നോർമലാണ്. സെറ്റിങ്സിനകത്ത് പോയിട്ട് ഞാൻ വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ, ഡ്രൈവർ അസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഡ്രൈവ് മോഡ്, ക്ലൈമറ്റ്, ലൈറ്റ്സ്, ഡോർസ്, കൺവീനിയൻസ് ഒക്കെ കാണാൻ പറ്റുക. അഡാസ് ലെവൽ 2 ഉള്ള ടോപ്പ് എൻഡ് മോഡലിന് കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇവിടെ പാർക്കിംഗ് സേഫ്റ്റി മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡ്രൈവ് മോഡിൽ ഇവിടെ ഡ്രൈവർ അസിസ്റ്റൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രൈവ് മോഡിൽ ബ്രേക്ക് മോഡ്, നോർമൽ, സ്പോർട്സ് എന്നുള്ളത് കണ്ടോ? അത് നിങ്ങൾ കണ്ടോ? അതായത് ബ്രേക്ക് മോഡ് എന്ന് പറയുന്നത് നോർമൽ, സ്പോർട്സ് എന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അത് പുതിയ കാര്യമാണ് അല്ലേ. അപ്പോൾ അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള, അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. ഈ സ്ക്രീനിലൂടെ കൈ ഓടിക്കാൻ രസമാണ്. ഇതിൻ്റെ മുകളിൽ താഴേക്ക് ആക്കുമ്പോഴുള്ള വിഡ്ജറ്റുകൾ കണ്ടില്ലേ, അതുപോലെ താഴെയുണ്ട് ഷോർട്ട് കട്ടുകൾ. AC പാനൽ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ AC പാനലിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടോ? നമ്മളിവിടെ മാറ്റുന്നതൊക്കെ അവിടെ മുകളിൽ കാണാം. ഇവിടെ AC ഓഫ്, AC ഓൺ, ഇവിടെ ഫാനിൻ്റെ കാര്യങ്ങൾ, ഓക്കെ, എല്ലാ കാര്യങ്ങളും സ്ക്രീനിലും ചെയ്യാം എന്നുള്ളതാണ്. ഈ ക്ലസ്റ്ററും കൊള്ളാം. ഈ ക്ലസ്റ്ററിനകത്തുകൂടെ നമുക്ക് കൈ ഓടിച്ചാൽ കറണ്ട് ട്രിപ്പ്, സിൻസ് ലാസ്റ്റ് റീചാർജ്, റേഞ്ച് ഗൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി നമ്മളിങ്ങനെ ഓടിക്കുകയാണെങ്കിൽ കോമ്പസ് കാണാം, സ്പീഡോമീറ്റർ ഇവിടെയും നമ്മുടെ റേഞ്ച് അപ്പുറത്തും കാണാം. ഡ്രൈവ് മോഡിനനുസരിച്ച് തീം മാറ്റാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് മോഡ് ആകുമ്പോൾ റെഡ് ആവും കണ്ടോ. ഈ സ്റ്റാക്കിൻ്റെ കളറ് നല്ല രസമുണ്ട് കാണാൻ, അത് ഇപ്പുറത്തും കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷാണേ. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലത്തെ ബട്ടൺസുകളും, ഇത് ഡ്രൈവ് മോഡിൻ്റെ ബട്ടൺ. ഇവിടെ പാഡ് ഷിഫ്റ്റ് ഉണ്ട്, ഞെക്കി പിടിച്ച ഹൈ പെഡലാവും. ഇവിടെ ആ ഒരു റീജൻ കൂട്ടാനും കുറയ്ക്കാനും. ഈ കണ്ണാടിയിൽ SOSും കിയ കണക്റ്റും വണ്ടി വിളിക്കാനുള്ള സംഗതികളും മാത്രമല്ല, അവിടെ ഓട്ടോ ഡിമ്മിങ്ങും കാണാം. ഇതാണ് ഡാഷ് ക്യാം, അതായത് മുൻ പിൻ കാര്യങ്ങളുള്ള ഡാഷ് ക്യാം. അതിനകത്ത് മെമ്മറി കാർഡില്ല. ഇതാണ് അകത്തെ ലൈറ്റും സൺറൂഫ് കൺട്രോൾസും. ഈ ലൈറ്റിൻ്റെ ഒരു LED സംഭവം കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണുള്ളൂ. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്കിതാ ഒരു മിററുണ്ട്. ഈ ഹാൻഡിലുകളൊക്കെ സ്പ്രിംഗ് ലോഡറാണ്. അത് ഫ്രണ്ടിലാവട്ടെ ബാക്കിലാവട്ടെ. ബാക്കിലെ ഹോൾഡറിനകത്ത് ലൈറ്റും ഉണ്ട്. അവിടെ നമുക്കൊരു കോട്ട് ഹുക്കും കാണാം. ഈ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല കേട്ടോ. ഇതൊരു SUV അല്ലേ. ഈ SUVക്ക് ബോഡി റോൾ ഉണ്ടോ? ബോഡി റോൾ ഉണ്ട്, പക്ഷേ SUVയുടെ ആയിട്ടുള്ള ബോഡി റോൾ ഉണ്ട്. പക്ഷേ ഈ സസ്പെൻഷൻ നന്നായിട്ട് ട്യൂൺ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കൂടിയ സ്പീഡിൽ എത്തുമ്പോൾ ഒരു 140+ ഒക്കെ എത്തുമ്പോൾ നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ ഒരു അൺലേഷൻ തോന്നി. പക്ഷേ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പാർട്ടെന്ന് പറയുന്നത് കവേർഡാണ്. ഒരു SUV അല്ലെങ്കിൽ ഒരു ബോക്സി ഷേപ്പുള്ള ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഹാൻഡ്ലിംഗ് കൂടി കിയ നൽകിയിട്ടുണ്ട്. അതായത് ഹൈവേ കൂടെ കുന്തളിപ്പ് കാണിച്ച് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് Kia Ceros EV എന്നാണ് പറയുന്നത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത NMC ബാറ്ററി എന്ന് പറയുന്നത് ഹൈ എനർജി എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ ഇതിന് റേഞ്ച് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കാല് കൊടുത്ത് ഓടിച്ചാലും വലിയ ഡ്രോപ്പൊന്നും ഫീൽ ചെയ്യില്ല. അതൊരു ഗുണം തന്നെയാണ്. ആ ഗുണം നമുക്ക് വണ്ടി ലോങ് ഓടിക്കുമ്പോൾ കിട്ടും. ലോങ് ഓടിക്കുമ്പോൾ കിട്ടുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 300-350 കിലോമീറ്റർ ഓടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് ഒരു ലീഗൽ സ്പീഡിലൊക്കെ ഓടിച്ച് പോയാലും നന്നായി റേഞ്ച് ഹോൾഡ് ചെയ്ത് ഒറ്റ ചാർജിലൊക്കെ എത്താൻ പറ്റുമെന്നുള്ളത് ഈ ഒരു വണ്ടിയുടെ വലിയൊരു ഗുണം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഏത് വേരിയൻ്റാണ് മേടിക്കുക വെച്ചാൽ നമുക്ക് ലാഭമല്ലേ മെയിൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ ബാറ്ററി പാക്കുള്ള 42 kWh ബാറ്ററി പാക്കുള്ള മോഡലാണ്. കാരണം 14 ലക്ഷം രൂപയ്ക്ക് അത് ഓൺറോഡ് ഇറങ്ങുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നല്ല ചോയ്സാണ്. 5 വാങ്ങാൻ പോവാണ്. ആ ഒരു 5ൻ്റെ ഒരു കാശിനേക്കാൾ ഒത്തിരി കൂടി പൈസ കൂടുതൽ കൊടുത്താൽ നമുക്ക് ഈ ഒരു വണ്ടി മേടിക്കാമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് കാണാം. പിന്നെ ഇതിന് MDPS ആണ്, മോട്ടോർ ഡ്രിവൺ പവർ സ്റ്റിയറിംഗ്. ഇതിന് അഡാസ് ലെവൽ 2 ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ അഡാസ് ലെവൽ 2 ഇല്ല. അഡാസ് ലെവൽ 2ൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് എക്സൈനൊക്കെയാണ്. എന്തായാലും അഡാസ് ലെവൽ 2 ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് വലിയ കാര്യമായിട്ട് നമ്മളെ ലൈനിലേക്ക് പിടിച്ച് അടുപ്പിക്കുന്നില്ല. അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു പ്യുവർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് കൃത്യതയുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് പാർട്ടിൻ്റെ കൂടെ നല്ല സ്റ്റിയറിംഗ് ആണ് Kia Cerosന് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതായത് എനിക്ക് സ്റ്റിയറിംഗ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു പ്രസൻസ് സ്റ്റിയറിംഗ് ആണ് ഒരു SUV കൈൻഡ് ഓഫ് വണ്ടിക്ക് എന്നുള്ളത് Kia Cerosൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ സസ്പെൻഷൻ്റെ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പം ഡീസൽ പെട്രോൾ സിറോസിൽ ഒരിത്തിരി ഒരു സ്റ്റിഫുമല്ല സോഫ്റ്റുമല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു സിറോസിൻ്റെ സസ്പെൻഷൻ എങ്കിൽ സിറോസ് EVയുടെ സസ്പെൻഷൻ സോഫ്റ്റാണ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് ബാറ്ററിയുടെ വെയിറ്റ് വണ്ടിയെ ശരിക്കും താഴേക്ക് പിടിച്ച് താത്തുന്നുണ്ട്. ഇതിൻ്റെ കോഎഫിഷ്യൻ ഡ്രാഗും നമ്മുടെ സാധാരണ സിറോസ് ഐസിനേക്കാളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോശം റോഡുകളിൽ ഓടിക്കുമ്പോൾ ഞാൻ വലിയൊരു ഹമ്പ് എടുത്തിട്ടപ്പോൾ പടയുന്നൊരു സൗണ്ട് കേട്ടു. അത് ആ ഒരു സ്പ്രിങ് വന്ന് ബോട്ടം ഔട്ട് ചെയ്താണ്. അതല്ലാണ്ട് സാധാരണ മോശം റോഡുകളിലെ ഡ്രൈവിങ്ങിലൊന്നും ഇതിന് നമുക്കൊരു അലോസരങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഹൈവേ കയറി സ്പീഡ് പോകുമ്പോഴുള്ള ഒരു അൺലേഷനും ഹമ്പ് എടുത്ത് അടിച്ചപ്പോഴുള്ള ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഇതിനകത്തൊരു അലോസരമായിട്ട് തോന്നിയത്. അങ്ങനെയൊന്നും പക്ഷേ
പക്ഷേ ആളുകൾ വണ്ടി ഓടിക്കില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഓടിക്കുമ്പോൾ നോക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളൂ. അപ്പോൾ ഹാൻഡ്ലിംഗ് പാർട്ടും റൈഡിങ് പാർട്ടും കവേർഡായി. ഇനിയുള്ളത് ബ്രേക്സ് ആണ്. ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ്. ബ്രേക്കിന് 2 സെറ്റിംഗ്സ് ഉണ്ട്, നോർമലും സ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സെറ്റിംഗ്സിലാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല ബ്രേക്കായിട്ട് തോന്നി. ഇപ്പോൾ സ്പോർട്സ് ആകുമ്പോൾ പെഡൽ ഒത്തിരി കൂടി അഗ്രസീവ് ആവുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നല്ല ബ്രേക്കാണ്. ചവിട്ട സ്പോഞ്ചി ഫീലൊന്നും പെടലില്ല, അധികം ട്രാവലും ഇല്ല. നമുക്ക് ചവിട്ടിട്ട് നിൽക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട്. ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബൈറ്റൊക്കെ തരുന്നുണ്ട് നമുക്ക്. അതായത് കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്ന ബ്രേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 0 to 100 8.1 സെക്കൻഡിൽ എത്തുന്ന വണ്ടിക്ക് ചവിട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യം ഈ ബ്രേക്ക് കൊണ്ട് കവേർഡാണ് എന്നാണ് പറയുന്നത്. പിന്നെ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ സ്പോർട്സ് മോഡിൽ നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി പറന്നാണ് കയറി പോകുന്നത്. അതായത് ഒരു സിറോസ് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ആദ്യ കാറോ രണ്ടാമത്തെ കാറോ വാങ്ങുന്ന കസ്റ്റമർ ആവും. EV ആകുമ്പോൾ അങ്ങനെ തന്നെ അവർക്ക് ഇതൊരു മാരക പവറുള്ള വണ്ടിയായിട്ട് തോന്നും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം പണ്ടത്തെ പോലെ സ്പോർട്സ് കാറുകളും അല്ലെങ്കിൽ സൂപ്പർ കാറുകളൊന്നും വേണ്ട അഗ്രസീവായിട്ടുള്ള ആക്സിലേഷൻ അറിയാനായിട്ട്. അതിന് നമുക്ക് സാധാരണ ഇലക്ട്രിക് കാർ വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്തൂസിയാസം പറഞ്ഞിട്ട് എനിക്ക് പെട്രോൾ വണ്ടിനെ ഓടിക്കണം, അതാണ് ഫാസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് പെട്രോൾ വണ്ടിനെ ഓടിക്കണം, അതാണ് സുഖം എന്നൊന്നും പറയില്ല. കാരണം അവർക്ക് ഇലക്ട്രിക് വണ്ടി ആയാലും മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ പട്ടി ചാടി പേടിച്ച് ഞാൻ ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈ ചേട്ടാ ഞാൻ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ചാടുമ്പോഴുള്ള ആ ഒരു കൂടെ ഇടുന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ EV വാങ്ങിയിട്ട് ലാഭത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു NMC ബാറ്ററി പാക്കുള്ള ഈ വണ്ടി വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ വിൻസർ മേടിക്കാൻ പോകുന്നു. വിൻസർ മേടിച്ച എന്താ പ്രശ്നം? വിൻസറിൻ്റെ റൈഡ് കുറച്ച് സ്റ്റിഫാണ്, കുറച്ച് ചാട്ടം കളിയൊക്കെ കൂടുതലാണ്. ഇപ്പോൾ പഞ്ച് മേടിക്കാൻ പോവാണ്, പഞ്ചിന് സൈസ് കുറവാണ്, അതിൻ്റെ സ്പേസ് കുറവാണ്. ഈ പഞ്ചിൻ്റെയും വിൻസറിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഇരുന്ന് യാത്ര ചെയ്യാൻ സുഖമാണ് എന്നുള്ളതും റിക്ലൈൻ ആംഗിളുള്ള ബാക്ക് സീറ്റ് അല്ലെങ്കിൽ വെന്റിലേറ്റർ സീറ്റുള്ള ബാക്ക് സീറ്റ്, സ്ഥലമുള്ള വണ്ടി എന്നുള്ളതും സ്ഥല സൗകര്യം കൂടിയ വണ്ടി എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഗുണമാണ്. ഈ ഗുണം എന്തായാലും നമുക്ക് പഞ്ചിൽ കാണാൻ പറ്റില്ല, ഈ ഗുണം എന്തായാലും നമുക്ക് വിൻസറിലും കാണാൻ പറ്റില്ല. ഓക്കെ, വിൻസറിന് സോഫയൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ വിൻസറിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് വിൻസർ ഒരു സ്ക്രീൻ ഓറിയൻറ്റഡ് വണ്ടിയാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ സ്ക്രീനിലാണ്. എനിക്കത് തീരെ അങ്ങോട്ട് ദഹിക്കില്ല. കാരണം എനിക്ക് എപ്പോഴും വേണ്ടത് സ്ക്രീനേക്കാൾ കൂടുതൽ വേണ്ടത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ബട്ടൺസും കാര്യങ്ങളാണ് അത് ഈ വണ്ടിയിലുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് കിയ സിറോസും കൊണ്ട് വന്നിട്ട് നന്ദി ഹിൽസ് കയറാതെ എങ്ങനെ? ഇവിടെ കയറാനായിട്ട് ഒരാൾക്ക് 60 രൂപയാണ്. 60 രൂപ ഒരാൾക്കല്ല, ഒരു വണ്ടിക്കാണ്. ആൾക്ക് 20 രൂപ അകത്ത് കയറാം. നമ്മൾ അകത്ത് കയറില്ല, പാർക്ക് ചെയ്ത് തിരിച്ചു പോരുമെന്ന് പറഞ്ഞു, വണ്ടി ഓടിച്ച് തിരിച്ചു പോരും പറഞ്ഞു, അത്രേ ഉള്ളൂ. 171 bhp എന്ന് പറയുന്നത്, BHP എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഹോഴ്സ് പവർ എന്തിനാ പറയുക, HP എന്ന് പറയുന്നത് ശരിക്കും പവർഫുള്ളാണ് ഈ ഒരു വണ്ടിക്ക്. അത് നമുക്കിവിടെ കാണാനുണ്ട്. ഞാനാണെങ്കിൽ ഇതിൽ ഇരുന്ന് ഓടിക്കുമ്പോഴേ എനിക്ക് ഇത് ഓടിക്കുമ്പോൾ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയോടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം നമുക്ക് സിറോസിനോടുണ്ട്. അതായത് നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി, എങ്ങനെയാണ് നമ്മളിതുവരെ വന്നിട്ട് നന്ദി ഹിൽസ് കയറാതെ പോവുക. 60 രൂപ ടിക്കറ്റ് കൊടുത്താൽ എന്താ, കയറിപ്പോയേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡാണ്. അതായത് താരമുണ്ടോ പറന്നു വരുന്നത്. ഇവിടെയാണ് നമുക്ക് വണ്ടിയുടെ ഒരു തനി കോണം കാണിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ സിറോസ് EV ആരാ വാങ്ങുക? അപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങണം. ഇലക്ട്രിക് കാർ റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. റേഞ്ച് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടി റേഞ്ച് ഉണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചിനേക്കാൾ സ്പേസ് ഉണ്ടെന്നുള്ള USP ആയിട്ട് കാണാം. അതുപോലെ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അത്ര എക്സൈറ്റിങ്ങോ അല്ലെങ്കിൽ അത്ര ആളുകളുടെ ഇഷ്ടപ്പെടുന്ന ഷേപ്പോ അല്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അത് പ്രശ്നമല്ല, റാഡിക്കലായിട്ടുള്ള രൂപം ആളുകൾക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം തന്നെയാണ് സിറോസിന് വണ്ടികൾ കൂടുതൽ വിൽക്കാൻ സഹായിച്ചതും. അതുപോലെ ഇപ്പോൾ ഇലക്ട്രിക് കാർ ഇറക്കാനായിട്ട് സിറോസിന് പറ്റിയതും അല്ലെങ്കിൽ കിയയ്ക്ക് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർ എന്ന് ചോദിച്ചാൽ EV വേണം, അതുപോലെ EVക്ക് അത് സ്പേസ് വേണം, എന്നാൽ റാഡിക്കലായിട്ടുള്ള ലുക്കുകളോട് വലിയ വിരോധമില്ല എന്നുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് പറ്റിയ വണ്ടിയാണ് കിയ സിറോസ്. ശരിക്കും പറഞ്ഞത് അത് കിയ സിറോസ് EV ആയപ്പോൾ അങ്ങനെ തന്നെ. ഇപ്പോൾ കിയ സിറോസിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള വണ്ടികളെ പോലെയല്ല, ഇതിന് ഇലക്ട്രിക് ഉണ്ട്, ഇതിന് ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്, ഇതിന് എല്ലാ എൻജിൻ ഓപ്ഷൻസ് ഉള്ളൊരു വണ്ടിയായിട്ട് സിറോസ് നിൽക്കുകയാണ്. അങ്ങനെയുള്ള മറ്റൊരു ഇലക്ട്രിക് കാർ ഏതാ? അത് സിയറയാണ്. അത് വേറെ സെഗ്മെൻറ്റാണ്, ക്രെറ്റയുടെ സെഗ്മെൻറ്റാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു വണ്ടി ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സോണറ്റിന് ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ നമുക്ക് സോണറ്റിന് പറയാമായിരുന്നു. പക്ഷേ സോണറ്റ് ഇലക്ട്രിക് ഇല്ല. ഈ വണ്ടിക്കാണ് ഇപ്പോൾ ഇലക്ട്രിക്കും ഡീസലും പെട്രോളും ഉള്ളത്. എൻ്റെ പൊന്നെ സൂപ്പർ. വാവ്, കിയ സിറോസ് EV എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക, ഈ വണ്ടി കൊള്ളാം. ഇപ്പോൾ ഹേറ്റേഴ്സ് പറയും NMC ബാറ്ററി അല്ലേ, ബ്ലേഡ് ബാറ്ററി അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇവർ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് 80% വരെ റീസെയിൽ വാല്യൂ ആൻഡ് ബൈബാക്ക് ഇൻ 3 വർഷം.
3 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി വിൽക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനാണ്, വാറൻ്റിയൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, തട്ടുമുട്ടും വീടുകളൊന്നും ഉണ്ടായിട്ടില്ല, കിലോമീറ്ററിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ ഈ വണ്ടി വാങ്ങിയ വിലയുടെ 80% വരെ റീസെയിൽ വാല്യൂവിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊടുക്കാം എന്നുള്ളതാണ്. ബൈബാക്ക് ഓപ്ഷൻ കൂടി ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയും, പിന്നെ കിയ കണ്ടു പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കിയ സെൽറ്റോസ് കൊള്ളാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു.